ഒരു വിഗ്രഹത്തെ അതിന്റെ പീഠത്തിൽ ആചാരപരമായി ഉറപ്പിക്കുക എന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് വളരെ പവിത്രമായ കർമ്മമാണ്. തന്ത്രസമുച്ചയത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഒരു വിഗ്രഹം സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് മാറ്റാൻ പാടില്ല എന്നാണ്. കാരണം വിവിധ കണക്കുകൂട്ടലുകളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുയോജ്യമായ സ്ഥലം തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ വിഗ്രഹത്തെ പീഠത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനായി പ്രകൃതിദത്തമായ 8 തരം ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മിശ്രിതമാണ് അഷ്ടബന്ധം. അഷ്ടം എന്നാൽ 8, ബന്ധം എന്നാൽ ബന്ധിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് അഷ്ടബന്ധം എന്നാൽ 8 വസ്തുക്കൾ ചേർത്ത് ബന്ധിപ്പിക്കുന്നത് എന്നർത്ഥമാക്കുന്നു. തന്ത്രസമുച്ചയം അനുസരിച്ച് വിഗ്രഹം പീഠത്തിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ആരാധനാമൂർത്തിക്ക് അനുയോജ്യമായ രത്നങ്ങൾ, ലോഹങ്ങൾ, വിത്തുകൾ എന്നിവ പീഠത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കുഴികളിൽ നിറയ്ക്കും. അഷ്ടബന്ധം ഉപയോഗിച്ച് വിഗ്രഹത്തെ പീഠവുമായി ദൃഢമായി ബന്ധിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുമ്പോൾ പാൽ, നെയ്യ്, തൈര്, വെള്ളം എന്നിവ പീഠത്തിനുള്ളിൽ ഇറങ്ങാതെ തടയുന്നു. ശംഖുപൊടി, ചെഞ്ചല്യം, കോലരക്ക്, കടുക്ക, നെല്ലിക്ക, പുഴമണൽ, കോഴിപ്പരൽ, പഞ്ഞി എന്നിവയാണ് അഷ്ടബന്ധത്തിന്റെ പ്രധാന ചേരുവകൾ. കോഴിപ്പരൽ എന്നത് ഭാരതപ്പുഴയിൽ പട്ടാമ്പിക്കടുത്തുള്ള ഒരു കയത്തിൽ നിന്നും ലഭിക്കുന്ന വളരെ കാഠിന്യമുള്ള വസ്തുവാണ്. അഷ്ടബന്ധം തയ്യാറാക്കുന്നത് സാവധാനവും കഠിനാധ്വാനം ആവശ്യമുള്ളതുമായ ഒരു പ്രക്രിയയാണ്. പരുത്തി അഥവാ പഞ്ഞി ഒഴികെയുള്ള ചേരുവകൾ 10 മുതൽ ഏകദേശം 15 കിലോ വരെ ഭാരമുള്ള ചുറ്റികകൾ ഉപയോഗിച്ച് നന്നായി ഇടിക്കണം. പഞ്ഞി അവസാനമാണ് ചേർക്കുന്നത്. ഗുണനിലവാരമുള്ള ചേരുവകളും അവയുടെ കൃത്യമായ അനുപാതവും മിശ്രിതത്തിന്റെ കൃത്യമായ പരുവവും അനുസരിച്ച് അഷ്ടബന്ധത്തിന്റെ ഫലം ഏകദേശം 12 വർഷം വരെ നീണ്ടു നിൽക്കും.